ഇന്നിവിടെ ഒരു ചങ്ങമ്പുഴ അനുസ്മരണം എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പിന്നിൽ ഉള്ളതായ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ആശാൻ സ്മാരക സമിതിയുടെ കമ്മിറ്റിയുടെ ഒരു ജാഗ്രതയാണ്. ചങ്ങമ്പുഴയെ ഇപ്പോൾ ഏതെങ്കിലും സാഹിത്യ വേദികൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. നമ്മൾ അത്രയ്ക്കൊന്നും പരസ്യമായിട്ട് കേൾക്കുന്നില്ല. എവിടെ എങ്കിലും എല്ലാം ചെറിയ ചെറിയ വേദികളിൽ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവാം. കാരണം ചങ്ങമ്പുഴ എന്ന് പറയുന്നത് എത്ര പേരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്, എത്ര സാഹിത്യവേദികൾ ഇപ്പോൾ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നും നമുക്ക് അറിഞ്ഞുവിടാം. പക്ഷേ ഈ വരുന്ന 10-ാം തീയതി ചങ്ങമ്പുഴയുടെ ജന്മദിനമാണ്. ആ ഒരു ജന്മദിനം ഓർത്തു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിലെ, കേരളത്തിൻ്റെ കവിതാ ചരിത്രത്തിലെ ഏറ്റവും വർണ്ണോജ്വലമായ ആയിട്ട് ഉള്ളതായ ഒരേട് ആയ ചങ്ങമ്പുഴയെ ഓർമ്മിക്കണം എന്ന് കരുതുന്ന ആ ഒരു ജാഗ്രതയുണ്ടല്ലോ, ഇല്ലേ? അതായത് എല്ലാ മാസവും പരിപാടികൾ നടത്തണം എന്നുള്ളതല്ലാതെ ആ പരിപാടികൾ എന്തായിരിക്കണം, ആ പരിപാടികൾക്ക് കാലവുമായി എന്ത് ബന്ധം, ആ പരിപാടികൾക്ക് എന്താ പറയുക, സാഹിത്യ ചരിത്രവുമായി ബന്ധമുണ്ടോ എന്നെല്ലാം ഉള്ളതായ ആ ഒരു ചിന്ത ഇതിൻ്റെ ഭാരവാഹികൾക്കുണ്ടായി എന്നുള്ളത് അവർ നമ്മുടെ സാഹിത്യത്തെ ഗൗരവപൂർവം കാണുന്നു എന്ന് ഉള്ളതായ ജാഗ്രത പുലർത്തിയതായ ആശാൻ സ്മാരക വേദിയുടെ ഇപ്പോഴുള്ളതായ കമ്മിറ്റിയെ ഈ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഞാൻ അംഗീകരിക്കുകയും അവരോട് ഉള്ള എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനിയാണ് നമുക്ക് ചങ്ങമ്പുഴയെക്കുറിച്ച് പറയാൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അരമണിക്കൂറേ ഉള്ളൂ. വാസ്തവത്തിൽ ചങ്ങമ്പുഴയെക്കുറിച്ച് പറയാൻ ആയിട്ടുള്ള സമയം എന്ന് പറയുന്ന അരമണിക്കൂർ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ മലയാള കവിതയുടെ ചരിത്രത്തിൽ എവിടെയാണ് ചങ്ങമ്പുഴ നിൽക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ചോദ്യം. ചങ്ങമ്പുഴയെ ഓർക്കുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് എവിടെയാണ് സ്ഥാനം? നമുക്ക് എന്തുകൊണ്ട് ആണ് ചങ്ങമ്പുഴ ശ്രദ്ധിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആണ് ചങ്ങമ്പുഴ വിസ്മരിക്കാതിരിക്കേണ്ടത് എന്നുള്ള കാരണമുള്ളതല്ലേ? അല്ലെങ്കിൽ ആ ചരിത്രത്തിലേക്ക് ഒരു എന്താ പറയുക 3-4 വാചകങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ചങ്ങമ്പുഴയുടെ സ്പേസ് എന്ന് പറയുന്നത് എവിടെയാണ്? അതായത് ചങ്ങമ്പുഴ എഴുതുന്ന കാലം എന്ന് പറയുന്നത് 1911 ആണ് ചങ്ങമ്പുഴ ജനിക്കുന്നത്. 1948 മരിക്കുകയും ചെയ്തു. അതായത് എന്താ പറയുക, മേഘജ്യോതിസ് പോലെ ആശാൻ ആണല്ലോ ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്, അല്ലെ? മേഘജ്യോതിസ്സുതാൻ ക്ഷണിക ജീവിതം അല്ലികാമ്യം എന്ന് പറയുന്നു. വലിയൊരു 1000 കൊല്ലക്കാലം ഇങ്ങനെ വഴിയിൽ കിടന്ന് കഴിഞ്ഞിട്ട് പാന്തരുടെ പാദങ്ങൾ തട്ടി എല്ലാവരുടെയും ശാപം ഏറ്റുവാങ്ങിയിട്ട് ജീവിക്കുന്നതിനേക്കാളും എത്രയോ കാമ്യമാണ് ഒരു മേഘജ്യോതിസിന്റെ ജീവിതം എന്ന് വീണ ഭൂലാശം പറയുന്നില്ലേ, ഇല്ലേ? മേഘജ്യോതിസ്സുതാൻ ക്ഷണിക ജീവിതം അല്ലികാമ്യം. അപ്പൊ അങ്ങനെ ഉള്ളതായ ജീവിതമായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. ആ ഒരു ചെറിയ കാലത്ത് അദ്ദേഹം ഈ കാവ്യ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൊളുത്താവുന്ന അല്ലെങ്കിൽ പ്രസരിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ളതായ പ്രകാശം പരത്തി കൊണ്ടാണ് കടന്നുപോയത്, അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ ചങ്ങമ്പുഴയുടെ സ്ഥാനം എന്ന് പറയുന്നതാണ്. ഈ ചങ്ങമ്പുഴ ഉള്ള ആദരവ് എന്ന് പറയുന്നത് കിട്ടാനുള്ള കാരണം ഒന്ന് എന്താണ്? മറ്റ് ഉള്ള ചങ്ങമ്പുഴ കവിത എഴുതാൻ ആയിട്ട് ആരംഭിക്കുന്ന സമയത്ത് മലയാളത്തിലെ അതിശക്തന്മാരായ ആയിട്ടുള്ള 3 കവികളുണ്ടായിരുന്നു. ഒന്ന് കുമാരനാശാൻ ഉണ്ടായിരുന്നു, മഹാകവി വള്ളത്തോൾ ഉണ്ടായിരുന്നു, ഉള്ളൂരും ഉണ്ടായിരുന്നു. ആശാൻ 1924 മരിക്കുന്നത്. 1924 വരെ എന്താ പറയുക, വളരെ സജീവമായിരുന്നതായ കാവ്യപ്രതിഭയായിരുന്നു ആശാൻ, അല്ലേ? ആശാൻ മരിക്കുന്ന ആ വർഷമാണല്ലോ കരുണ എഴുതിയത്, അല്ലേ? ആശാൻ പല്ലനയിലുള്ള ബോട്ടപകടത്തിൽ മരിക്കുമ്പോൾ ആശാന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കരുണ കിട്ടിയെന്നാണ് പറയുന്നത്. കരുണയുടെ കോപ്പി കിട്ടി. ആ രാത്രി അദ്ദേഹം അവിടെ ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ കരുണ ചൊല്ലിക്കേൾപ്പിച്ചു എന്നുമൊക്കെയാണ് കഥ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്ര സജീവമായിട്ടുള്ള പ്രതിഭ ആയ കുമാരനാശാൻ തൻ്റെ 52ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം സജീവമായിരുന്നു, വള്ളത്തോൾ സജീവമായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഉള്ളൂരും. ഇവരൊക്കെ മരിക്കുന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ മരിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ആണ് ചങ്ങമ്പുഴ എഴുതുന്നത്. പക്ഷേ എന്താണ്, ഇവരുടേതായ സ്വാധീനത്തിൽ ഒന്നും പെടാതെ, അല്ലെങ്കിൽ അവരുടേതായ കാവ്യപാത പിന്തുടരാതെ സ്വന്തമായ ഒരു കാവ്യ വഴി കണ്ടെത്തി, കാവ്യപാത കണ്ടെത്തി അതിലൂടെ നടന്നുപോയി
അല്ലെ? അങ്ങനെ ഉള്ളതായ ഒരു കാവ്യപാത സൃഷ്ടിച്ചു എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരു കവി എന്നുള്ള നിലയിൽ ചങ്ങമ്പുഴയെ നാം ആദരിക്കുന്നത്, അല്ലെങ്കിൽ ചങ്ങമ്പുഴ ജീനിയസ് എന്ന് പറയുന്ന പ്രതിഭയുള്ള ആളുകൾക്ക് മാത്രമേ എന്താ പറയാ സ്വന്തം ആയിട്ട് ഉള്ളതായ വഴി കണ്ടെത്താനായിട്ട് കഴിയും. നമുക്ക് ആരെ വേണം എന്നുണ്ടെങ്കിൽ അനുകരിക്കാം, അല്ലേ? കുറെ കവിതകൾ ഒക്കെ ആരുടെയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് ഇവിടെ ചങ്ങമ്പുഴയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞു. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഓർമ്മിക്കേണ്ടത് ഇവിടെ എന്താണ്, ഇന്നിപ്പോൾ കുറെ പേര് കവിത അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധയിലേക്ക് വേണ്ടി കൂടി നാം കവിത വായിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, സ്വന്തമായൊരു വഴി തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ ഏറ്റവും വലിയ ഇതായിട്ട് ഉള്ളതായ നേട്ടം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചങ്ങമ്പുഴയ്ക്കായിട്ട് ഈ മലയാള കവിതാ സാഹിത്യ ചരിത്രം എഴുതുമ്പോൾ ഒരു ദീർഘമായ അധ്യായം നമ്മൾ മാറ്റിവെക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാന കാരണം ചങ്ങമ്പുഴയ്ക്ക് മാത്രമായിരുന്നതായ ആ ഒരു മാർഗം ഉണ്ടായിരുന്നു. അത് ചങ്ങമ്പുഴയെ പോലെ തന്നെ ചങ്ങമ്പുഴ സഹോദരൻ എന്ന് പറയാനായിട്ട് ഉള്ള രാഘവൻപിള്ളയുണ്ടായിരുന്നു. അതിനെയാണ് ഇടപ്പള്ളി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ആ പേരിൽ അറിയപ്പെട്ടിരുന്നതായിട്ട് ഉള്ളതായ കാര്യമാണ്. അതിന് നമ്മൾ പൊതുവെ പറയുക റൊമാൻറ്റിക് ആയിട്ടുള്ള കവികൾ എന്നാണ് പറയുക, കാൽപ്പനികർ ആയിട്ട് ഉള്ള കവികൾ എന്നാണ് പറയുക. അപ്പോൾ കാൽപ്പനികതയുടെ ആരംഭം എന്ന് പറയുന്നത് ചങ്ങമ്പുഴയിലല്ല. ശരിക്കും ചങ്ങമ്പുഴയെ ആരംഭിക്കുന്നതല്ല കാൽപ്പനികത അതിന് മുമ്പ് തന്നെ കുമാരനാശാന്റെ കവിതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ കുമാരനാശാൻ പൂർണ്ണമായിട്ടും ഒരു കാൽപ്പനിക കവി ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് എല്ലാം എന്താ പറയുക, പഴയ രീതിയിൽ ഉള്ള ക്ലാസിക് സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദ്വിതീയാക്ഷര പ്രശസ്തമായിരുന്നു. അദ്ദേഹത്തിന് അവസാനം ഉണ്ടായിട്ട് ഉള്ള ചണ്ടാല ഭിക്ഷുകിയിലോ അല്ലെങ്കിൽ ദുരവസ്ഥയിലോ അല്ലെങ്കിൽ അതുപോലെ കരുണയിലോ ഒക്കെ മാത്രമല്ലാതെ ആദ്യം എഴുതിയതായുള്ള വീണപൂവിലാണെങ്കിലും ലീലയിലാണെങ്കിലും ചിന്താശയ സീതയിൽ ആണെങ്കിലും എല്ലാം എന്താണ് അദ്ദേഹത്തിന് പ്രാസത്തോട് ഉള്ളതായ ആ ഒരു ക്ലാസിക് പാരമ്പര്യം അദ്ദേഹത്തിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ബി സി ബാലകൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ബി.സി. ബാലകൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന കുറെ പേർക്ക് അറിയാം അദ്ദേഹത്തെ. ഒരു ചെറിയ കാലം മാത്രം ജീവിച്ചിരുന്നതായ ആ കവിയിലും ഈ പറയുന്ന കാൽപ്പനികത എന്ന് പറയുന്നതിന്റെ അംശങ്ങൾ കാണാമെങ്കിലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവത്തോടും കൂടി ഈ പറയുന്ന കാൽപ്പനികത എന്ന് പറയുന്നത് പൂത്തുലയുന്നത് സാക്ഷാൽ ചങ്ങമ്പുഴയുടെ കവിതയിലാണ്. അതായത് നമുക്ക് പൂർണ്ണമായിട്ടും റൊമാൻറ്റിക് കവി അല്ലെങ്കിൽ കാൽപ്പനിക കവി എന്ന് ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ അതെന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും അദ്ദേഹത്തിന്റെ സഹോദര തുല്യൻ ആയിട്ടുള്ള രാഘവൻപിള്ളയെയും. അതിലെന്തൊക്കെയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന കവിത മിക്കവാറും ആത്മനിഷ്ഠമാണ്. അവരെഴുതുന്നത്, അവരുടെ കവിത എന്ന് പറയാൻ തന്നെ പറ്റി തന്നെയാണ് എഴുതുക എന്നുള്ള, താനാണ് പ്രധാനമായിട്ട് ഉള്ളതായ കഥ. എം.ടി. ഒരിക്കൽ ഈ എം.ടിയുടെ തലമുറയും അതുപോലെ അദ്ദേഹത്തിന് മുമ്പുള്ള തലമുറയും ആയിട്ടുള്ള വ്യത്യാസം പറയുകയുണ്ടായി. അതായത് എനിക്ക് മുമ്പുള്ള തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ഇതായിട്ടുള്ള വിശപ്പിനെ പറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ തലമുറ ആകട്ടെ വിശപ്പിനെ പറ്റിയല്ല, ഞങ്ങളുടെ മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ആത്മരോദനങ്ങൾ, ആത്മനിഷ്ഠമായ വേദനകൾ, തൻ്റെ വിഹ്വലതകൾ, തൻ്റെ ഉത്കണ്ഠകൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും എന്താ പറയുക കാൽപ്പനിക കവികൾ പറയാം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ സമൂഹത്തെ, നാം ജീവിക്കുന്നതായ സമൂഹത്തെ അംഗീകരിക്കാൻ ഉള്ളതായ മടി പലപ്പോഴും കഴിയും. അതായത് നാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് ആവശ്യമുള്ളതായ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതായ ആ ഒരു അസ്വസ്ഥതയും രോഷവും അതെപ്പോഴും എന്താണ് കാൽപ്പനിക കവികളുടെ കവിതകളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ചങ്ങമ്പുഴ കവിതയിൽ കാണാം ഇല്ലേ? ദീർഘമായിട്ട് ചങ്ങമ്പുഴ കവിത നമ്മൾ വിശദമായിട്ട് വായിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് ഭിന്നമായിട്ട് സമൂഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് വേണ്ട പോലെയുള്ള അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള വിലാപം അതിൽ കൂടെ കാണാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ കവിതയ്ക്ക് ഉള്ളതായ സംഗീതാത്മകതയാണ്. അതായത് സംഗീതത്തിൻ്റെ ലാവണ്യ മേഖലയിലേക്ക് മലയാള കവിതയെ നയിച്ച കവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങമ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ആ കവിത എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉള്ള യുവാക്കൾക്ക് ഏറെ ഹൃദ്യമായിട്ട് തോന്നിയിരുന്നു.
അതായത് ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച് ഇത് പറയുന്ന കാവ്യം അല്ല ഒരു പേര് എന്താണെന്ന് വെച്ചാൽ പ്രണയത്തിന്റെ കവിതകൾ. ചങ്ങമ്പുഴയുടെ കവിതകൾ എന്ന് പറയുന്നത് പ്രണയത്തിന്റെ കവിതകൾ ആണ് എന്നാണ് പറയുക. അത് നമുക്ക് അങ്ങനെ അല്ല തോന്നുന്നതെങ്കിൽ, അതായത് നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾക്ക് ചങ്ങമ്പുഴ കവിതയെ കുറിച്ചിട്ട് അങ്ങനെ അല്ല തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് യൗവനമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയാം, പഴയ കാലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുണ ഹൃദയർ ആയിട്ട് ഉള്ള 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചങ്ങമ്പുഴ കവിത വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ കവിത വായിച്ചിട്ട് ചങ്ങമ്പുഴ കവിത വായിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അവർക്ക് എന്താ യൗവന സഹജമായിട്ടുള്ള വൈകാരികമായ ഭാവമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ചങ്ങമ്പുഴ കവിത ആസ്വദിക്കാനായിട്ട് കഴിയാതിരുന്നത് എന്ന് പഴയ കാലത്ത് പറയും. ഇനി അത് കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞിട്ട് 30 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെ ഉള്ള ആളുകൾ ചങ്ങമ്പുഴ കവിത പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്നു എങ്കിൽ ആസ്വദിക്കുന്നവർക്കും എന്തോ ചെറിയ കുഴപ്പമുണ്ട്. കാരണം അത് യൗവനത്തിന്റെ കവിതയാണ്. അത് ചങ്ങമ്പുഴ കവിത എന്ന് പറഞ്ഞാൽ യൗവനത്തിന്റെ കവിതയാണ്. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ആയിട്ട് കഴിയുന്ന മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെ മനസ്സാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് എന്താ സഞ്ജയനെ പോലെയുള്ള ആളുകൾ ആ കാലത്ത് എന്താണ് ഈ കവിതയെ കുറിച്ച് പറയുന്നത് കവിതാ വാസനയുടെ ധൂർത്താണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ധൂർത്തടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ അല്ലെ മലയാളികളെ കവിത എന്ന് പറഞ്ഞാൽ സംഗീതമയമാക്കിയ, സംഗീതത്തിന്റെ ലാവണ്യ മേഖലയിലാക്കി എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ കവിതയുടെ ഏറ്റവും വലിയതായിട്ട് ഉള്ളതായ പ്രത്യേകതകളിൽ ഒന്ന്. നമുക്ക് ഇപ്പോഴും നമുക്കത് ആ കവിത നമുക്ക് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാനായിട്ട് കഴിയും, ഇല്ലേ? അത് കഴിഞ്ഞ് 2015 മറ്റോ ആണല്ലോ എന്ന് സ്വന്തം വൈരി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നത്, അല്ലേ? 2015 ആ സിനിമയിലും ഒരു ശുദ്ധമായിട്ട് ഉള്ളതായ കാൽപ്പനികമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രംഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് ചങ്ങമ്പുഴ 1935 എഴുതിയതായിട്ട് ഉള്ളതൊരു കവിയായിരുന്നു. ശാരദാംബരം, അല്ലേ? കേട്ടല്ലേ? ശാരദാംബരം എന്ന് പറഞ്ഞ് ചങ്ങമ്പുഴ എഴുതിയ 1935 എഴുതിയ ആ കവിതയാണ് നമ്മൾ 2015 സിനിമയിലും ഏറ്റവും കാൽപ്പനികമായ രംഗത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ചങ്ങമ്പുഴ മരിക്കുന്നില്ല. ഇനി എന്ത് ചങ്ങമ്പുഴ ഉണ്ടാക്കിയതായ ഇഫക്റ്റ്, ചങ്ങമ്പുഴ കവിത ഉണ്ടാക്കിയതായ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ കാലത്തേക്ക് ചങ്ങമ്പുഴയെ വിട്ട് മുന്നോട്ട് പോകാൻ ആയിട്ട് കഴിയാത്ത തരത്തിൽ ഉള്ളതായ ആ ഒരു പ്രതിസന്ധി മലയാളത്തിലുണ്ട്. 1948 മറ്റോ ആണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള തൃപ്പൂണിത്തുറ ഇതിലുള്ള മഹാത്മാ വായനശാലയിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ ചെറുപ്പക്കാര് യോഗം ചേർന്നിട്ട്, അല്ല 1948 47 എനിക്ക് തോന്നുന്നു, 47 48 ആരംഭമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വായനശാലയില് യുവാക്കൾ ആയിട്ടുള്ളവര് യോഗം ചേർന്ന് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയം പാസാക്കി. അവര് മലയാള സാഹിത്യത്തിലോ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കവിത എഴുത്ത് നിർത്തണം എന്ന് പറഞ്ഞ് ഉള്ളതായ പ്രമേയം പാസാക്കിയതായിട്ട് കേട്ടുകഴിവ് പോലുമില്ല. പക്ഷെ തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചു. അതില് പങ്കെടുത്ത ആളുകളുടെ പേര് നോക്കി കഴിഞ്ഞപ്പോൾ ആരൊക്കെ ആയിരുന്നു പങ്കെടുത്തത് എന്നുള്ള ഒരു പേര് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് മലയാളത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള കവിയും വലിയ പണ്ഡിതനും അതുപോലെ പത്രപ്രവർത്തനും എല്ലാമായിട്ടുള്ള വാര്യമാഷ കൃഷ്ണവാര്യരായിരുന്നു. ഒരു അൻപി കൃഷ്ണവാര്യരായിരുന്നു ഒരാള്. വേറൊരാള് എന്ന് പറയുന്നത് പിന്നീട് കേരളത്തിന്റെ മന്ത്രിയെല്ലാം ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അതിന്റെ ടി കെ രാമകൃഷ്ണനായിരുന്നു വേറൊരാള്. ഈ ആളുകൾ ചേർന്നിട്ടാണ് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതായിരുന്നു. ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് വിട്ടുമാറാൻ കുറുപ്പ് മാഷ് പോലും ആ കാലത്ത് ചങ്ങമ്പുഴ അനുകരിച്ച് കവിത എഴുതി എന്നാണ് പറയുന്നത്. കാരണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങമ്പുഴയ്ക്ക് ഒരു ജ്യേഷ്ഠതുല്യനായിരുന്നു കുറുപ്പ് മാഷ്. ചങ്ങമ്പുഴ പലപ്പോഴും സംശയങ്ങൾ ചോദിച്ച്
കൊണ്ട് വാക്കുകളുടെ വാക്കുകളുടെ അർത്ഥങ്ങളും അതുപോലെ പല കാര്യങ്ങളും ചോദിച്ചു ചെന്നിരുന്ന കുറുപ്പ് മാസ്റ്ററോടായിരുന്നു. ആ കുറുപ്പ് മാസ്റ്ററിന് പോലും ചങ്ങമ്പുഴ അനുകരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വാധീന വലയത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയതായിട്ടുള്ള കവികൾ എന്ന് 3 പേരാണ്. അതിൽ ചങ്ങമ്പുഴ കവിത എഴുതുന്ന കാലത്ത് തന്നെ കവിത എഴുതുകയും ചങ്ങമ്പുഴ സ്വാധീനത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയും സ്വന്തമായി മറ്റൊരു മാർഗം കണ്ടെത്തുകയും ചെയ്തതായ 3 കവികളാണ്. ഒന്നാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി അദ്ദേഹത്തിന്റെ ആത്മകഥ അയാളുടെ കാവ്യലോക സ്മരണകളിൽ പറയുന്നുണ്ട്. ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയും ഇത് പറയുന്നത് തൊട്ടടുത്ത നാട്ടുകാരാണ്. ചങ്ങമ്പുഴ ഇവിടെ തൊട്ടടുത്ത് കലൂരിലാണ് വൈലോപ്പിള്ളി താമസിച്ചിരുന്നത്. അപ്പോ ആ ഒരു കലൂരിൽ താമസിച്ചിരുന്ന വൈലോപ്പിള്ളിക്ക് ചങ്ങമ്പുഴയും ആയിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കവിതയിൽ ഉള്ള അതിവൈകാരികത, മാഷ് പറയുന്ന വാക്കതാണ്, ചങ്ങമ്പുഴ കവിതയിൽ കണ്ടിരുന്നതായ അതിവൈകാരികതയോട് എനിക്ക് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ കാരണം കൊണ്ടാണ് ചങ്ങമ്പുഴ എന്താണ് ഇവിടെ നന്നായിട്ട് പാടുന്ന കിളികളെ കുറിച്ചിട്ട് ചങ്ങമ്പുഴ എഴുതി, കിളിയെക്കുറിച്ച് എഴുതി, കുയിലിനെ കുറിച്ച് എഴുതി, താമരയെക്കുറിച്ച് എഴുതി ചങ്ങമ്പുഴ. ഇതിനെ എല്ലാം നിരാകരിച്ച് കൊണ്ട് വൈലോപ്പിള്ളി കവിത എഴുതി കഴിഞ്ഞപ്പോൾ കാക്കയെക്കുറിച്ച് എഴുതിയത്. കാക്കയെക്കുറിച്ചാണ് വൈലോപ്പിള്ളി എഴുതിയത്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിൽ ഉറ്റതോടി, ചീത്തകൾ കൊത്തി വലിക്കെങ്കിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നു. കുയിലിനെ തട്ടി മാറ്റിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിനെ ആ സ്ഥാനത്ത് കാക്കയെ പ്രതിഷ്ഠിച്ചു വരും അല്ലേ. പിന്നെ അതുപോലെ ചങ്ങമ്പുഴ ആണെങ്കിൽ പനിനീർ പൂവിനെ കുറിച്ച് ആണ് കവിത എഴുതിയിരുന്നത്. എങ്കിൽ വൈലോപ്പിള്ളി പനിനീർ പൂവേ ഇന്നു നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് എഴുതിയത്. ഒരു പ്രത്യേകമായിട്ട് ഉള്ളതായ ഒരു സംസ്കാരം പിന്നീട് മലയാള കവിതയിൽ വരുന്നത് ഒന്ന് വൈലോപ്പിള്ളിയിലൂടെയും 2 പൊന്നാനിക്കാരനായിട്ട് ഉള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായരിലൂടെയും. ഈ തറവാടിത്ത പോഷണം പോലെ ഇത്ര വൃത്തികെട്ടതായി മറ്റൊന്നുമില്ല ഒഴിയിൽ എന്നൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കവിത ഡിക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഇടശ്ശേരിയും പിന്നെ NP കൃഷ്ണവാര്യരും. അപ്പൊ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ചങ്ങമ്പുഴ വളർന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുകൂടി നമുക്കൊന്ന് പറയണമല്ലോ. അതായത് ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ ചങ്ങമ്പുഴ മരിച്ചപ്പോൾ ചങ്ങമ്പുഴയെ കുറിച്ചിട്ട് സ്മരണ എഴുതി കുറ്റിപ്പുഴ സാറ് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ആലുവ അദ്വൈതാശ്രമം വക ആയിട്ടുള്ള സ്കൂൾ അധ്യാപകനാണ് കുറ്റിപ്പുഴ സാർ. 1920-21 മുതൽ 1928 വരെ കുറ്റിപ്പുഴ അധ്യാപകനായി. അവിടെ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാം നേടി അദ്ദേഹം 1921 മുതൽ 28 വരെ ആലുവ അദ്വൈതാശ്രമത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ സംസ്കൃത സ്കൂൾ ആരംഭിച്ചല്ലോ അവിടെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വലിയ ഉൾക്കാഴ്ച എല്ലാം നമ്മൾ കാണുന്ന അവിടെയാണ്. ആശ്രമം വക ഒരു സ്കൂൾ ഉണ്ടായപ്പോൾ സാമ്പ്രദായികമായ രീതിയിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. സാമ്പ്രദായികമായ രീതിയിൽ സംസ്കൃതം പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഗുരു ആവശ്യപ്പെട്ടത് സംസ്കൃതവും മലയാളവും മാത്രം പഠിച്ചാൽ പോരെ, ഇംഗ്ലീഷ് പഠിക്കണം. കാരണം ഇനി വരും കാലം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാലേ നമുക്ക് വളരാൻ കഴിയുള്ളൂ എന്ന് സംസ്കൃത പണ്ഡിതൻ ആയിരുന്ന ഗുരു പിന്നെ നിർദ്ദേശം അങ്ങനെ ഉണ്ടായിട്ട് ആണ് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ അവിടെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ആയിരുന്നു 1924-25 ആയിരുന്നു ആദ്യത്തെ സാഹിത്യ പരിഷത്തിന്റെ ഒരു വലിയ യോഗം അല്ലെങ്കിൽ വലിയ ഒരു സംഗമം നടക്കും. ആ സംഗമത്തിലാണ് കുറ്റിപ്പുഴ അവിടെ ചെറുപ്പക്കാരൻ കുറ്റിപ്പുഴ ടാഗോറിനെ കുറിച്ചിട്ട് ഒരു ദീർഘമായിട്ടുള്ള പ്രബന്ധം വായിച്ചു. ആ പ്രബന്ധം വായിക്കുന്ന സമയത്ത് കുറ്റിപ്പുഴയുടെ തന്നെ വാക്കുകളാണ് കേട്ടോ. ഞാനിങ്ങനെ അവിടെ ടാഗോറിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുന്നിലിരുന്നൊരു കുട്ടി ഞാൻ പറയുന്നത് വളരെ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആലുവ അദ്വൈതാശ്രമ അധ്യാപകനാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടി കൂടെ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കടലാസിൽ കുറെ പദങ്ങൾ എഴുതിക്കൊണ്ടുവരും. കുറെ പദങ്ങൾ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഈ പദത്തിന്റെ പര്യായം എന്താണ്, ഈ പദത്തിന്റെ അർത്ഥം എന്താണ്,
ഇങ്ങനെ ഓരോ ദിവസവും വന്നു കഴിഞ്ഞിട്ട് 10ഉം 20ഉം പദങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ട്, നാനാതരത്തിലുള്ള അർത്ഥങ്ങളെ കുറിച്ചിട്ട് എല്ലാം കുറിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു ചങ്ങമ്പുഴയുടെ ഒരു കവിതാ ജീവിതത്തിന്റെ ആരംഭം എന്ന് കുറ്റിപ്പുഴ സാർ പറയുന്നത്. അതായത് എന്താ പറയാ, അന്നിങ്ങനെ നമുക്ക് ഇന്ന് കിട്ടുന്നതുപോലെ ഉള്ളത് ശബ്ദധാരാവലി ഒന്നുമില്ല. ശബ്ദധാരാവലി ഒന്നും കിട്ടി അത് വായിക്കത്തക്ക രീതിയിൽ ഉള്ള സാമ്പത്തികമായ ഭദ്രതയൊന്നുമില്ല ചങ്ങമ്പുഴയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, തനിക്ക് അല്ലെങ്കിൽ കവിയാവാൻ ഉള്ള അദമ്യമായ ആഗ്രഹം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന സ്പാർക്ക് കൊണ്ട്, കവിതയുടെ ഒരു കവിയുടെ ഇതായിട്ടുള്ള ഒരു ബീജം ഉള്ളിൽ കിടന്നത് കഷ്ടപ്പെട്ട് ഊതി കാച്ചിയെടുത്താണ് അദ്ദേഹം. അത് എന്താണ്, എല്ലാ കവികൾക്കും ഉള്ള വലിയൊരു പാഠമാണ്. നമ്മുടെ കൂട്ടത്തിൽ കവികളുണ്ടല്ലോ, എന്താണ്, കവിതയ്ക്ക് വേണ്ടിയുള്ള തപസ്. ഈ കാരണം കൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഇത്രയും പദസ്വാധീനം ഉണ്ടായിരുന്ന മറ്റൊരു കവിയെ മലയാളം കണ്ടിട്ടില്ല എന്ന് പറയും. ഇത്രയും പദസ്വാധീനം ഉള്ളതായ പദങ്ങളുടെ കുത്തൊഴുക്കാണ് അത്. എല്ലാ പദങ്ങളും പൂർണ്ണമായിട്ടുള്ള അർത്ഥമറിഞ്ഞാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. ഇപ്പൊ വൈലോപ്പിള്ളി എല്ലാം നോക്കുന്ന പോലെ, കുമാരനാശൻ എഴുതിയതുപോലെ ഏറ്റവും കൂടുതൽ പദങ്ങളെ കുറിച്ചുള്ള ജാഗ്രത പുലർത്തിയ കവി കുമാരനാശാൻ. അദ്ദേഹം ഒരു പദം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതിന്റെ അർത്ഥത്തിന്റെ വൈപുല്യം, ആ ഒരു പദത്തിന് കിട്ടാവുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള അർത്ഥങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം കവിത എഴുതി. ഇത്രയും അദ്ദേഹം എന്താണ്, അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നളിനി എഴുതി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഈ ശബ്ദ സൗന്ദര്യം ഇത്തിരി കുറവാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇത് പറയുമ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി ലീലയെ കൊടുക്കുന്നുണ്ട്. ലീലയുടെ ആമുഖത്തിൽ അദ്ദേഹം വളരെ വിനയത്തോടു കൂടി ഇട്ട് പറയുന്നുണ്ട്, തമ്പുരാൻ എൻ്റെ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഞാൻ ആ രീതിയിലുള്ള വഴിയെയാണ് നടക്കുന്നത് എന്ന് വലിയ അഹങ്കാരമൊന്നുമില്ലാതെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഈ ഓരോ പദങ്ങളും കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കവിത എഴുതിയ ആളാണ് ആശാൻ. എന്നാൽ ചങ്ങമ്പുഴയാകട്ടെ പദങ്ങളെ തൂർത്തടിച്ച ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് കിട്ടാവുന്നതായ എല്ലാ അറിവുകളും അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും അദ്ദേഹം, ഇംഗ്ലീഷിലുള്ള കൃതികൾ, എത്ര കൃതികൾ അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചാൽ അറിയാം. എത്രയോ കൃതികളാണ് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി വച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് ഒരു കൗതുകപൂർവ്വം ചങ്ങമ്പുഴയുടെ തിരഞ്ഞെടുത്ത കൃതികൾ പരിശോധിക്കാം. ആ കൃതികൾ പരിശോധിച്ചാൽ അറിയാം. ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെ സംശയം ചോദിച്ചുകൊണ്ട് അർത്ഥനിവർത്തി വരുത്തി ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇനി ആ കുറ്റിപ്പുഴയെ കുറിച്ച് ഒരു വാക്കുകൂടി പറയാം. അങ്ങനെ ഉള്ള കുറ്റിപ്പുഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയായിട്ടുള്ള യവനിക എന്ന് പറയുന്ന ഒരു ഖണ്ഡകാവ്യം ചങ്ങമ്പുഴ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പണത്തോട് കൂടിയും തീർന്നില്ല. ചങ്ങമ്പുഴയ്ക്ക് രോഗം കൂടിയിട്ട്, അദ്ദേഹത്തെ ക്ഷയം ആയിരുന്നല്ലോ, രോഗം കൂടിയിട്ട് തൃശ്ശൂർക്ക് അദ്ദേഹത്തെ കാറിന് കൊണ്ടുപോകുന്ന സമയത്ത് ആലുവായിൽ അത് ചങ്ങമ്പുഴ കുറ്റിപ്പുഴ സാറ് താമസിക്കുന്ന വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ഇട്ട് കുറ്റിപ്പുഴ സാറെ കാണാനായിട്ട് ഇറങ്ങിച്ചെന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഷാള് പുതച്ച് കൊണ്ട് അസ്ഥിമാത്ര ശരീരൻ ആയിരുന്ന കുറ്റിപ്പുഴ എന്നെ കാണാനായിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ആ സമയം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ സമയമായിരുന്നു, ഇത് കോളേജ് സമയം ആയതുകൊണ്ട് കുറ്റിപ്പുഴയെ കാണാൻ സാധിച്ചില്ല. അന്നോ ആ ദിവസത്തിന്റെ പിറ്റേ ദിവസമോ അദ്ദേഹം തൃശ്ശൂരിൽ ഉള്ള മംഗളോദയ നഴ്സിംഗ് ഹോമിൽ മരിക്കുകയും ചെയ്തു. അതാണ് കുറ്റിപ്പുഴ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വാചകങ്ങൾ ഇത്രയധികം എഴുതിയ ആളെന്നുള്ളത്. രണ്ടാമത്തെ, ഇനി നമുക്ക് എന്താ പറയുക, വളരെ കുറച്ച് സമയമേ ഉള്ളൂ അല്ലെ, 10 മിനിറ്റ് വലുതേ ഉള്ളൂ. നമുക്കിതൊക്കെ തൊട്ടുകൊണ്ടു പോകാനേ പറ്റുള്ളൂ, വിശദമായിട്ട് പറയാനില്ല. നമുക്ക് ചങ്ങമ്പുഴയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇടപ്പള്ളിയെ കുറിച്ച് കൂടി പറഞ്ഞാലേ ഒരു ചർച്ച പൂർത്തിയാവുള്ളൂ അല്ലെ. രണ്ടുപേരും ആദ്യകാലത്തെ ശത്രുക്കളെ പോലെ പെരുമാറിയിരുന്നു എങ്കിലും ആ ശത്രുത പിന്നീടായപ്പോൾ വലിയ സൗഹൃദം ആയിട്ട് മാറി എന്നാണല്ലോ നമ്മൾ എല്ലാം കേട്ടിട്ടുള്ളത്. ആ ഒരു സത്യമാണ്. ഇദ്ദേഹത്തിന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യയിൽ മനംനൊന്താണ് ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായിട്ടുള്ള രമണൻ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. നമ്മുടെ ഒക്കെ ഒരു പൊതുധാരണ ഇത് പറയുന്ന രണ്ടുപേരും, ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും
ഒരേ മാനസികാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്നവർ ആയിരുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ രണ്ടുപേരുടെയും കവിതയും ജീവിതവും പരിശോധിച്ചാൽ അറിയാം, രണ്ടുപേരുടെ കവിതയുടെ ഡിക്ഷന് തമ്മിൽ സാമ്യമുണ്ടെങ്കിലും രണ്ടു പേർക്കും ലോകത്തോടുള്ള ജീവിതത്തോട് ഉള്ളതായ സമീപനം രണ്ടുപേരുടെയും വ്യത്യസ്തമായിരുന്നു. അതായത് രാഘവൻപിള്ളയാണെങ്കിൽ അദ്ദേഹം ജന്മന തന്നെ അദ്ദേഹത്തിൻ്റെ വളർന്ന് വന്ന പശ്ചാത്തലം കൊണ്ടാവാം അദ്ദേഹം ശരിക്ക് മനുഷ്യരും ആയിട്ട് നേരിട്ട് ഇടപഴകുകയോ അല്ലെങ്കിൽ അന്തർമുഖനായിരുന്നു. അദ്ദേഹം നേരിട്ട് വരിക, സംസാരിക്കുക എന്ന് പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ദുർബലനായിരുന്നു. അദ്ദേഹം മാനസികമായിട്ട് ദുർബലനായിരുന്നു. അതുകൊണ്ടാണ് തന്നെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ കരയുവാനായി പിറന്നു ഒരു കാമുകൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മണിനാഥം എന്ന് പറയുന്ന കവിത, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതിയ മണിനാഥം ഇതിൽ പറയുന്നത് ഇല്ലേ, മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ, അല്ലേ? അപ്പൊ അങ്ങനെ ആരംഭിക്കുന്ന ആ കവിതയിൽ തൻ്റെ ദുർബലമായിട്ടുള്ള മനസ്സിനെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷെ ചങ്ങമ്പുഴ അങ്ങനെ ആയിരുന്നില്ല. ചങ്ങമ്പുഴ ദുർബലനായിരുന്നില്ല. ചങ്ങമ്പുഴയാകട്ടെ തന്നെ എതിർക്കുന്നവരോട് അതേ ശക്തിയിൽ എതിർക്കാനുള്ളതായ തൻ്റെ ഇടം കാണിച്ചിരുന്ന കവിയായിരുന്നു ചങ്ങമ്പുഴ. എന്നാൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ ചങ്ങമ്പുഴയ്ക്ക് തൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ രമണൻ ആണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് കരുതുന്നുണ്ടെങ്കിലും എൻ്റെ വിനീതമായ അഭിപ്രായം ഞാനിവിടെ ഇരിക്കുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ വിനീതമായ അഭിപ്രായം ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന രമണനല്ല. നമ്മൾ പൊതുവെ അങ്ങനെ കരുതുന്നുണ്ട് എങ്കിലും നമ്മൾ സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ രമണൻ ഒരുപാട് ദോഷങ്ങളുള്ള ഒരു കൃതിയാണ്. അതിൽ പറയുന്ന കഥ പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ പ്രത്യേക ദിശയിലേക്ക് ഉള്ളതായ മാറ്റമെല്ലാം. ഇല്ലേ, ചന്ദ്രികയുടെ മനസ്സ് എങ്ങനെയാണ് പെട്ടെന്ന് മാറിയത്? രമണനെ ഇത്രയും ആഴത്തിൽ പ്രേമിച്ചതായ ചന്ദ്രിക എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് ഉള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ് മാറത്തക്ക രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു ചങ്ങമ്പുഴ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന ഒരു എളിയ സാഹിത്യാസ്വാദനാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം കേട്ടോ. ചങ്ങമ്പുഴയ്ക്ക് ആ ഒരു ആശയം വേണ്ട പോലെ യുക്തിഭദ്രമായിട്ട് പറയാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പെട്ടെന്നാണ് മാറ്റം, ചന്ദ്രികയുടെ മനമാറ്റം പെട്ടെന്നാണ്, അല്ലേ? അത് എനിക്ക് തോന്നുന്നത് ചങ്ങമ്പുഴ കവിത രമണന്റെ സുഹൃത്തിനെ മനഃപൂർവ്വം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു രംഗം സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാരണം കൊണ്ട് തന്നെ എന്തെല്ലാം തരത്തിൽ ഉള്ളതായ വർണ്ണനകളും മനോഹരമായിട്ട് ഉള്ളതായ ഇമേജുകളും എല്ലാം ആ കാവ്യത്തിലുണ്ടെങ്കിലും ചങ്ങമ്പുഴയുടെ ഏറ്റവും മികച്ച കൃതി ആയിട്ട് രമണനെ കരുതാൻ എന്തുകൊണ്ടോ എൻ്റെ പരിമിതമായിട്ട് ഉള്ളതായ സെൻസിബിലിറ്റി സമ്മതിക്കുന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ആ പാടുന്ന പിശാച്. നിങ്ങൾ പാടുന്ന പിശാച് വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒന്നുകൂടി വായിക്കണം. കാരണം ചങ്ങമ്പുഴയുടെ ആത്മകഥ എന്ന് പറയാവുന്ന അദ്ദേഹം ആ കാലത്ത് അനുഭവിച്ചിരുന്നതായ ആ ഒരു എന്താ പറയാ ആത്മനിന്ദയും വേദനയും അതേ നിസ്സഹായതയും എല്ലാം പ്രകടമാകുന്നതായ കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടുന്ന പിശാച് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് പാടുന്ന പിശാചിനെ കുറിച്ചിട്ട് ഒരു പുനർചിന്തനം നമുക്ക് ഈ വേളയിൽ നടത്തേണ്ടതുണ്ട്. ഒരു പുനർവായന ആവശ്യമായിട്ട് ഉള്ള കൃതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. 1945 ആ കൃതി അദ്ദേഹം എഴുതുന്നത് എന്ന് ഞാൻ കരുതുന്നു. 45 ചങ്ങമ്പുഴയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കൊല്ലം. അതിന് കാരണം ആ വർഷം അതിന് മിലിറ്ററിയിൽ അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആരുടെയൊക്കെ സഹായം കൊണ്ട് മിലിറ്ററിയിൽ ജോലി കിട്ടി. അങ്ങനെ മിലിറ്ററിയിൽ ജോലി കിട്ടിയ ആള് വേറെ ആരുടെ സഹായത്തോടുകൂടി കൊച്ചിയിലെത്തി. അപ്പോൾ ആദ്യ കാലത്തിലെ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുമതലയുള്ള മിലിറ്ററി ഓഫീസിൻ്റെ ചുമതലയുള്ളതായിട്ടുള്ള വടക്കേ ഇന്ത്യക്കാരൻ ആയിട്ടുള്ള ആൾ പറഞ്ഞു, അങ്ങനെ താമസിച്ച് ഒന്നും വരാൻ പറ്റില്ല, കൃത്യസമയത്ത് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊച്ചിയിൽ താമസമാക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ കരിവേലിപ്പടി എന്നോ പറയുന്ന സ്ഥലത്ത് താമസമാക്കുന്നു. അദ്ദേഹം താമസമാക്കി ഇരുന്ന സമയത്താണ് ആ താമസം ഒറ്റയ്ക്കാണ്.
ആ സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒരു വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് രോഗിയായി. ചെറുപ്പത്തിലെ മുതൽ തന്നെ പലതരത്തെ വാദത്തിൻ്റെ എല്ലാം പ്രശ്നമുണ്ട്. ആ രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ ആയിട്ട് ചെന്നത് ചുള്ളിക്കൽ ഉള്ളതായ ഡോക്ടർ ഗോപാലൻ നായർ എന്ന് പറയുന്ന ഡോക്ടറുടെ വീട്ടിലാണ് ആദ്യം ചെല്ലുന്നത്. ഡോക്ടറുടെ ഭാര്യ ആണെങ്കിൽ ചങ്ങമ്പുഴ കവിത വായിച്ച് വലിയൊരു ആസ്വാദകയായിരിക്കുന്നു. ഇവിടെ ഭർത്താവിനെ കാണാൻ വന്നിരിക്കുന്നത് താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ചങ്ങമ്പുഴ എന്ന് പറയുന്നതായ കവിയാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ആരാധനയോടുകൂടി ചങ്ങമ്പുഴയെ സമീപിക്കുകയും ചങ്ങമ്പുഴയ്ക്ക് തുടർന്ന് ഉള്ളതായ ചികിത്സയ്ക്ക് ഡോക്ടറുടെ വീട്ടിൽ തന്നെ കാര്യം താമസം വഹിക്കരുത്. അത് ഈ ഡോക്ടർ ഗോപാലൻ നായരുടെ ഭാര്യ ഏറ്റെടുത്തു. ആ ഏറ്റെടുക്കൽ അത് പതുക്കെ അതങ്ങ് വളർന്ന് ആരാധന വളർന്നത് അതൊരു കാമുക ബന്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ സാധാരണ കരുതുന്ന പോലെ കൊച്ചിയിലെ തിരക്ക് ഉള്ളതായ ഡോക്ടർ ആയിരുന്നു ഇദ്ദേഹമെങ്കിലും അവർ ഡോക്ടറെ കുറിച്ച് പറഞ്ഞ എഴുതിയൊരു കത്ത് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. കത്ത് സാനുമാഷാണോ കുന്നരി സാറാണോ എന്നെനിക്ക് ഓർമ്മയില്ല, ആരുടെ പുസ്തകത്തിലുണ്ട്. ആ കത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, ഞാൻ പ്രസവിക്കുന്നൊരു യന്ത്രം മാത്രമാണ്, എന്ന് പറയുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ അറിയാമല്ലോ. ആ പൊരുത്തക്കേടായിരിക്കണം ചങ്ങമ്പുഴയിലേക്ക് അവർ നയിച്ച്. ചങ്ങമ്പുഴയാണെങ്കിൽ സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ സാധാരണയിൽ കവിഞ്ഞതായ താല്പര്യവും അല്ലെങ്കിൽ സിദ്ധിയുമുള്ള ആളായിരുന്നു. അപ്പൊ എങ്ങനെയോ ഇവർ തമ്മിൽ ഉള്ളതായ ബന്ധം വളർന്ന് പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും വേർപിരിയാൻ ആയിട്ട് പറ്റാത്തതായ ആ ഒരു തലത്തിൽ എത്തിച്ചേർന്നു. രണ്ടുപേരും ചങ്ങമ്പുഴയുടെ ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് മിസസ് ഗോപാലൻ നായർ. ഏത് പുസ്തകം എന്നുള്ള ഓർമ്മയില്ല, ഏതൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം ഞാൻ മിസസ് ഗോപാലൻ നായർക്ക് സമർപ്പിക്കുന്നു. ഈ മിസസ് ഗോപാലൻ നായർ തന്നെ ആയിരുന്നു കാമുകി അദ്ദേഹത്തിൻ്റെ. അത് പതുക്കെ നാട്ടിൽ ഇങ്ങനെ സംസാരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് അത് കൂടുതൽ ഈ അപകടത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഇവരുടെ ഒരു താല്പര്യ പ്രകാരമോ മറ്റോ ആയിരിക്കും ചങ്ങമ്പുഴ ഈ ലോക്ക് പഠിക്കാൻ മദിരാശിയിലേക്ക് പോകും. ലോക്ക് പഠിക്കാൻ മദിരാശിയിലേക്ക് പോകുന്ന ചങ്ങമ്പുഴ ഈ സ്ത്രീയുടെ മുതിർന്നതായ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒപ്പമാണ് താമസിക്കുന്നത്. അങ്ങനെ തൻ്റെ കാമുകിയുടെ മക്കളുടെ കൂടെ താമസിച്ച് കൊണ്ട് കാമുകിയുടെ കത്ത് വാങ്ങി വായിക്കുക എന്നുള്ള വിചിത്രമായിട്ടുള്ള ജീവിതം അന്ന് ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ചങ്ങമ്പുഴ കോളേജിൽ പോകുന്നത് കോളേജിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. കോളേജിൽ പോയി പഠിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ കോളേജ് അഡ്രസ്സിൽ തൻ്റെ കാമുകിയുടെ കത്ത് വരുന്നത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചങ്ങമ്പുഴ പോരുന്നത്. ആ കത്ത് എല്ലാം വായിച്ച് അങ്ങനെ ആനന്ദ നിർവൃതിയിലടങ്ങി അദ്ദേഹം തിരിച്ച് കത്തയക്കുക, ഇങ്ങനെ ഒക്കെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ചങ്ങമ്പുഴയ്ക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്നു. വയറിന് വല്ലാതെ വേദന ഉണ്ടാവുകയും ആശുപത്രിയിലാക്കുകയും ചെയ്തു. ആശുപത്രിയിലാക്കുന്ന സമയത്തും ചങ്ങമ്പുഴയുടെ ഉത്കണ്ഠ തനിക്ക് വരുന്ന തൻ്റെ പ്രിയപ്പെട്ടുള്ള കത്തിനെ കുറിച്ചായിരുന്നു. എന്നാണ് പറയുന്നത്. കത്ത് എവിടെയാണ്, കത്ത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ ചങ്ങമ്പുഴയെ പരിചരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികൾ കോളേജിൽ പോയപ്പോൾ ഈ കത്തുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പരിചിതമായ കയ്യക്ഷരം. ആ കുട്ടികൾ അവിടെ കിടക്കുന്ന കത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ പരിചയമുള്ള കയ്യക്ഷരം ആണ് കാണുന്നത്. അവര് ഒരു കൗതുകം കൊണ്ട് കത്ത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ കൂടെ താമസിക്കുന്ന ആൾ ആരാണ്, അവരുടെ അമ്മയുടെ കാമുകനാണ് എന്നറിയുന്നതോടുകൂടി അവരുടെ സ്നേഹമെല്ലാം അവസാനിക്കുകയും മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെട്ടിയും എല്ലാ വസ്ത്രങ്ങളും എല്ലാം എടുത്ത് വെളിയിലിടുകയും അദ്ദേഹം തിരിച്ചു വന്നാൽ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ ആയിട്ട് ഉള്ള തയ്യാറെടുപ്പെടുക്കുകയും ചെയ്തത്. ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് ചങ്ങമ്പുഴ ആരും അറിയാതെ ഒന്നുമെടുക്കാതെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ പൂർത്തിയാകാതെ
നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. നാട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എടപ്പള്ളിയിൽ ഒക്കെ ഈ വാർത്ത പരന്നു. ഈ വാർത്ത പരന്നിട്ട് ആര് കണ്ടു കഴിഞ്ഞാലും മറയ്ക്കുന്ന രീതിയിൽ ഉള്ളതായ ഒരു പ്രതിബിംബവും ആയിട്ട് അത് രമണൻ എന്ന് പറയുന്ന കൃതി എഴുതി. എന്നാൽ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി. 1936 ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ കവി 1945-46 കാലം ആവുമ്പോഴേക്ക് എന്താണ് അവിടെ ഇടപ്പള്ളിയിൽ ഉള്ള ആളുകളെ ഇവിടെ മുഴുവൻ വെറുപ്പിന് പാത്രമായിട്ട്. അത് പറയുന്നത് ചങ്ങമ്പുഴയെ കുറിച്ച് ആരെങ്കിലും വന്ന് എവിടെയാണ് ചങ്ങമ്പുഴ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പുച്ഛത്തോട് കൂടി പറയുന്ന ആ ഷാപ്പിലുണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഷാപ്പിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ആള് എന്ന് പറയുന്ന രീതിയിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഇപ്പൊ നാട്ടുകാരുടെ മുഴുവൻ അവജ്ഞയും എല്ലാമായിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ടും இந்த ചങ്ങമ്പുഴയ്ക്ക് ആ സ്ത്രീയോട് ഉള്ള പ്രണയം അത് എന്താ പറയാ അത് മാറിയിരുന്നില്ല. അപ്പോഴും ആ പ്രണയം കൊണ്ടു കിടന്നു. അപ്പൊ എടപ്പള്ളിയിൽ വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആയിട്ട് ഭാര്യയായിട്ട് ശ്രീദേവി തയ്യാറായില്ല. കാരണം ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടും ഏതോ ഒരു കുടുംബബന്ധു ഇടപെട്ട് ആണ് ചങ്ങമ്പുഴയെ ഭാര്യയുമായിട്ട് കൂട്ടിച്ചേർത്തത്. ആ സമയത്ത് ആണ് അദ്ദേഹത്തിന് മംഗളോദയത്തിലെ മുണ്ടശ്ശേരി മാഷും ബഷീറും ആ കാലത്ത് മംഗളോദയത്തിലുണ്ട്. അങ്ങനെയാണ് മംഗളോദയത്തിലേക്ക് ചങ്ങമ്പുഴ എത്തിച്ചേരുന്നതും ഒരു പുനർജന്മം അവിടെ അദ്ദേഹത്തിന് ആരംഭിക്കുന്നത്. അത് 1946 കാലത്താണ്. എന്നാൽ പക്ഷേ വിധി എന്താണ് അങ്ങനെ ഉള്ളതായ ഒരു ജീവിതം ചങ്ങമ്പുഴയ്ക്ക് അങ്ങനെ ഒരു ജീവിതം കൊടുത്തില്ല. ഒരു 47 എല്ലാം ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്ഷയരോഗം വീണ്ടും തലപൊക്കുകയും അത് എന്താ പറയാ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിൽ അത് വളരെ പരിതാപകരമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൃശ്ശൂര് നിന്ന് അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള എടപ്പള്ളിയിലേക്ക് തിരിച്ചു വരും. ആ കാലത്ത് ചങ്ങമ്പുഴയെ കണ്ട അനുഭവം ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ആ കാലത്ത് ഈ ആരാധന മൂത്ത് കഴിഞ്ഞിട്ട് ചങ്ങമ്പുഴയോട് ഉള്ള ആരാധന മൂത്തിട്ട് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചങ്ങമ്പുഴയെ കാണാൻ ചെന്നു. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമല്ല. ആ കാലത്ത് ക്ഷയരോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ചങ്ങമ്പുഴ തൻ്റെ വീട്ടിൽ നിന്ന് മാറി ഒരു ഓല ഷെഡ് കെട്ടി ആ ഷെഡിലാണ് കിടന്നിരുന്നത്. ആ ഷെഡിൽ സമയത്താണ് എസ് കെ പൊറ്റക്കാട് കാണാൻ ചെല്ലുന്നത്. അദ്ദേഹം പറയുന്നത് ആ മുറിയിൽ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. ആ വെളിച്ചത്തിൽ ഒരു കട്ടിലിൽ ഒരു രൂപം കിടപ്പുണ്ട്. മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം, ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ഒരു തൊപ്പി, തണുപ്പ് അടിക്കാതിരിക്കുക തൊപ്പി വെച്ചിട്ടുണ്ട്. ഒരു കരിമ്പടം ഒരു സാധനം കൊണ്ട് ശരീരം പൊതിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമച്ചുകൊണ്ട് ഇരിക്കുന്ന ആ രൂപം കണ്ടു കഴിഞ്ഞിട്ട് എന്താണ്, ഇതാണോ എൻ്റെ മനസ്സിൽ ഉള്ള ചങ്ങമ്പുഴ? എത്രയോ ആളുകളെ കാമുകന്മാരുടെ മനസ്സിനെ അമ്മാനമാടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആയിട്ടുള്ള ചങ്ങമ്പുഴയാണോ ഈ കിടക്കുന്നത് എന്ന് തോന്നി. പക്ഷെ ചങ്ങമ്പുഴയ്ക്ക് ശരീരത്തിന് തളർച്ച ഉണ്ടായെങ്കിലും മനസ്സിന് ആ സമയത്തും അദ്ദേഹം വളരെ സജീവമായിരുന്നു. ആരൊക്കെയോ കാണാൻ വരുന്നവരെ കൂട്ടിയിട്ട് മദ്യപിക്കാൻ പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും എവിടെ ഷാപ്പിൽ പോയി മദ്യപിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എന്താണ് പറയുക, ഈ അസുഖം കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തൃശ്ശൂർ കൊണ്ടുപോവുകയും അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ആർക്കും വേണ്ടാതെയായ ചങ്ങമ്പുഴയുടെ ആത്മനിന്ദ കലർന്നതായ ആ ഒരു മനസ്സ് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാടുന്ന പിശാച് വായിക്കും. എനിക്കെന്ന് അദ്ദേഹം പറയുന്ന ചില വരികളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു ആമുഖമുണ്ട് കേട്ടോ. എഴുതിയിരിക്കുന്നത് ഒരു ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കോൾ മീ നോട്ട് എ പോയറ്റ് സിൻസ് ഇറ്റ് ഈസ് സീഡ്സ് ഓഫ് സിൻ ഐ സോ. ഞാൻ പാപത്തിൻ്റെ വിത്തുകളാണ് വിതയ്ക്കുന്നത്, അതുകൊണ്ട് എന്നെ നിങ്ങൾ കവി എന്ന് വിളിക്കാതിരിക്കൂ. ചങ്ങമ്പുഴയുടെ കവിതയിൽ നാം കാണുന്ന മസൃണമായ ശൈലിയല്ല പാടുന്ന പിശാചിലുള്ളത്. അത് ആ ഒരു മാധുര്യമുള്ള അല്ലെങ്കിൽ സംഗീതാത്മകതയുള്ള ആ ശൈലിയല്ല നമുക്ക് കാണുക. പരുഷമായ
കുറേയും കൂടി തീവ്രമായ ശൈലിയാണെന്ന് നാം കാണും. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കെന്ന് എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കും ആരെയും ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വായിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം കടന്നു പോകും, അദ്ദേഹം ഓടിക്കുകയും ചെയ്യും. ഇവിടുന്ന് എന്നോട് 40 മിനിറ്റല്ലോടൂ സംസാരിക്കാൻ പറഞ്ഞത്, ഇത് എന്താ സഹിക്കാൻ പറ്റുന്നില്ല അത് പറയുകയും ചെയ്യും. സമയമായോ ചിരിക്കുന്നുണ്ട്, ആ ചിരി നിർത്തണം എന്നാണോ അതോ പറയണമെന്നാണ്? ഒരു 2 മിനിറ്റ് കൂടി കേട്ടോ, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇതൊന്നും ഞാൻ തൊട്ടുപോയേ ഉള്ളൂ, ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടതെന്ന് എനിക്കറിയാം, നമുക്ക് സമയത്തിന്റെ പരിമിതികളാണ്. ചങ്ങമ്പുഴ ക്ഷമിക്കണം കേട്ടോ, ഒരു മിനിറ്റ്. ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഒരു കാര്യവും കൂടി പറയാം. പിന്നീട് വന്ന കുറെ കവികൾ, പിന്നീട് കവി വന്നതായിട്ടുള്ള വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ONV കുറുപ്പ്, ഈ 3 പേരിലാണ് ചങ്ങമ്പുഴയുടെ സ്വാധീനം. വേണം 3 പേരാണ് ചങ്ങമ്പുഴയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയതായിട്ടുള്ള കവികൾ. 3 പേരാണ്. ഇതിൽ നമ്മൾ പലരും ഒക്കെ പറയുന്ന പോലെ വയലാർ ആണെങ്കിൽ ചങ്ങമ്പുഴയുടെ ശൈലി അനുകരിച്ച് ആണ് തുടങ്ങിയെങ്കിലും വയലാറിൻ്റെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ജീവിതത്തോടുള്ള സമീപനം അതല്ലായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ കവിതയിൽ വയലാർ ചങ്ങമ്പുഴ ശൈലിയിൽ നിന്ന് അദ്ദേഹം അതിൽ മാറി സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ നമ്മൾ വയലാറിൻ്റെയോ ഭാസ്കരൻ്റെയോ ONV-യുടെയോ എല്ലാ പാട്ടുകൾ കേൾക്കും, സിനിമാ പാട്ടുകൾ കേൾക്കും. നിങ്ങൾ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ചങ്ങമ്പുഴയെ കടന്നു വരും. അതിൽ ഇല്ലേ ഒരു പ്രസിദ്ധമായിട്ടുള്ള പാട്ടിൻ്റെ ഒരു വരി ഞാൻ പറയാം. എന്താണ് 1960-കളിൽ പുറത്തിറങ്ങിയ യക്ഷിയിലെ പാട്ട്. താവകാത്മാവിനുള്ളിലെ നിത്യ ദാഹമായിരുന്നെങ്കിൽ ഞാൻ, അല്ലേ, താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ, സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഈ വരി കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ചങ്ങമ്പുഴയുടെ വരി തന്നെയാണ് ഇത്. ഇനി അതുപോലെ അതിന് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് വേറൊരു പാട്ട് ഇറങ്ങിയ വേറൊരു പാട്ട് പാടാം. ജയേന്ദ്രൻ പാടിയതാണ്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വിനി നിൻ മായാരൂപം മനസ്സിൽ ഞാൻ വരിക. അനാച്ഛാദനം എന്ന് സിനിമയെ ജയേന്ദ്രൻ ആണ് പാടിയത്. അപ്പൊ ആ പാട്ടിന് തുല്യമായിട്ടുള്ള വേറൊരു പാട്ട് ഞാൻ പറയാം. അതായത് ഇവിടെ അവസാന കാലത്ത് എഴുതിയ കൃതിയാണ് മനസ്വിനി എന്ന് പറയുന്ന കൃതി. മനസ്വിനി അടങ്ങിയ ഈ പുസ്തകം, ഇതാണ് മനസ്സിലുള്ള പുസ്തകം. ഇതാണ് ഈ ഇവിടെ മരണശേഷമാണ് പുറത്തിറങ്ങിയത്. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ജുമിവിടരും പുലർകാലെ നിന്നൂലെഴുതി നീയൻ മുന്നിൽ നിർവൃതിതൻ പൊൻകതിർ പോലെ ഇതൊക്കെ ആരംഭിക്കുന്ന. അപ്പൊ ഇതില് ഈ കവിതയിൽ വരിയുണ്ട്, മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുടറി കൽപ്പന ദിവ്യമൊരഴകിന് എന്നെ മറന്നു ഞാൻ. അല്ലേ, അങ്ങനെ വരിയുണ്ടല്ലോ അല്ലേ. മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുടറി കൽപ്പന ദിവ്യമൊരഴകിന് എന്നെ മറന്നു ഞാൻ. അവര് തന്നെയല്ലേ ഞാൻ ആദ്യം പഠിയത് ഇല്ലേ. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി അയച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പാട്ടിൽ ഇവരൊക്കെ ഈ ഭാസ്കരൻ മാസ്റ്റർ ആയാലും വയലാറായാലും ഇവരൊക്കെ ചങ്ങമ്പുഴയുടെ ശൈലിയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയിരുന്നില്ല എന്നുള്ളതും നമ്മുടെ 2015 ശാരദാംബരം എന്ന് പറയുന്ന പാട്ടിൽ കൂടെ ചങ്ങമ്പുഴയെ വീണ്ടും ഓർത്തെടുത്തു. വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് ചങ്ങമ്പുഴയെ ആനയിച്ചു. അതുകൊണ്ട് ചങ്ങമ്പുഴ മരിക്കുന്നില്ല. മലയാള കവിത ഉള്ളിടത്തോളം കാലം ചങ്ങമ്പുഴ മരിക്കുന്നില്ല. നമ്മൾ വായിക്കുന്ന രീതിയാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ചങ്ങമ്പുഴയുടെ കുറെ കവിതകൾ എങ്കിലും ഇപ്പോഴും വായിക്കാൻ ആയിട്ട് സാധിക്കും. നമ്മൾ ആ കവിതയിൽ മുഴുകാൻ ആയിട്ട് നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഇപ്പോൾ തന്നെ കുറെ ദീർഘിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചങ്ങമ്പുഴ ഇപ്പോഴും എന്നെ ആവേശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കാണുക. ഇപ്പോൾ എന്നെ ചങ്ങമ്പുഴ ആവേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അതെ എനിക്കറിയാവുന്നതാണ് ഈ പറയാട്ടോ.
ഉള്ളവര് ചങ്ങമ്പുഴ കവിത ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടോ? വസ്തുഭാഷ പറഞ്ഞുണ്ടോ? അത് അതിന് ഉദാഹരണം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. മുത്തച്ഛനായ ഓടക്കാരി ജോസഫ് മനോഹരമായ കവിതയും ശരീരത്തിന് പ്രായമാകുന്നു, മനസ്സിൽ പ്രായമാകുന്നു. സാറേ, അതൊരു സാങ്കല്പികമായിട്ടുള്ളതാണ് ഈ പറയുന്നതല്ല. നമുക്ക് 100% ഇത് നമുക്ക് ഇങ്ങനെ വസ്തുനിഷ്ഠമല്ല. ഇത് വസ്തുഭാഷ ഒരിക്കൽ എന്തോ ഒരു പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചിരിച്ചു അത് കേട്ട്. അല്ലാതെ അതൊരു ഒരു ഫാക്ട് ആയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ രണ്ടാമത് ഈ അനന്തമായ പ്രണയത്താൽ രമണന്റെ ആത്മാവിനെ ധന്യമാക്കിയ ചന്ദ്രിക മനസ്സെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയില്ല. അത് അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം ഇപ്പോൾ തീർച്ചയായിട്ടും. കാരണം രണ്ടു വരി ഒരു യുഗം തരൂ നിന്നെ, ഒരു നിമിഷം തരൂ നിന്നെ അറിയുവാൻ, നിന്നെ അറിയാൻ കവിവചനം അന്വർത്ഥമാണ്. അതെ, അത് ഉദാഹരണം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതേപ്പറ്റി സമയമില്ലെന്ന് ചോദിക്കണം. ഇല്ലാത്തോണ്ട് നമുക്ക് വിശദീകരിക്കാതെ. അപ്പൊ ഇങ്ങനെ കുറച്ചു പേരുടെ ഉള്ളിലെങ്കിലും ഒരു ചങ്ങമ്പുഴ കടന്നു വന്നു. സന്തോഷമുണ്ട്.